വനനിയമ ഭേദഗതി റദ്ദാക്കുന്നതിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മലയോര മേഖലയിൽ ഈ വിഷയം ശക്തിയേറിയ ആയുധമാക്കി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന പ്രതിപക്ഷ നീക്കത്തിന് തടയിടാൻ ഇതിലൂടെ സർക്കാരിന് കഴിയും. മുസ്ലിം വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകലുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗം കൂടിയാണിതെന്ന് പറയേണ്ടി വരും. അതുവഴി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാനും കഴിയും. വനനിയമ ഭേദഗതിയിൽ ആശങ്ക രേഖപ്പെടുത്തിയ കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താനും ഈ തീരുമാനത്തിലൂടെ CPM-ന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ ലഭിച്ച സുവർണാവസരം എന്ന നിലയിലാണ് പ്രതിപക്ഷം വനനിയമ ഭേദഗതിയെ കണ്ടത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയ പ്രതിഷേധത്തിന് സമാനമായ വികാരം മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയായിരുന്നു ഇതിലൂടെ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. വനനിയമ ഭേദഗതിക്ക് പുറമെ വന്യജീവി ആക്രമണത്തിൽ ദിവസേന സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും മലയോര മേഖലയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ദിവസേന എന്നോണം മലയോര മേഖലയിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിപക്ഷത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. കാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇടതുമുന്നണിയെ തുടച്ചു നീക്കാൻ തക്ക പ്രഹരശേഷിയുള്ള വൈകാരിക ആയുധമായി ഇത് മാറുന്നത് വലിയ ഞെട്ടലോടെയാണ് ഇടതുമുന്നണിയും സർക്കാരും കണ്ടത്. ഇതെല്ലാം സർക്കാരിനെതിരായ ജനവികാരമായി മാറുമെന്ന തിരിച്ചറിവിലാണ് ന്യായീകരണങ്ങൾക്കൊന്നും മുതിരാതെ വനനിയമ ഭേദഗതി പിൻവലിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. മലയോര ജനതയുടെ ആശങ്കയെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നും അതാണ് നിയമ ഭേദഗതി തന്നെ പിൻവലിക്കുന്നതെന്നുമുള്ള ഏറ്റുപറച്ചിലിൽ മുഖ്യമന്ത്രി തയ്യാറായി. ക്രൈസ്തവ സഭകളുടെ തുറന്ന എതിർപ്പും PV അൻവറിന്റെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയുമൊക്കെ സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമെല്ലാം സർക്കാരിനെതിരെ ആളിക്കത്തിക്കാവുന്ന വിഷയമായി വനനിയമ ഭേദഗതി മാറുമെന്ന സർക്കാർ തിരിച്ചറിഞ്ഞു. KCBC-യുടെ കർഷക സംഘടനയായ ഇൻഫാമാണ് സഭയുടെ ഭാഗത്തു നിന്നും ആദ്യമായി വന്ന നിയമ ഭേദഗതിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. താമരശ്ശേരി ബിഷപ്പ് മാർ റെജി ജിയോൺ ഇഞ്ചനായിന്റെ എറണാകുളത്ത് ചേർന്ന ഇൻഫാം ദേശീയ എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വനനിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടിയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ യോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രശ്നത്തിൽ ഇടപെടാൻ കേരള കോൺഗ്രസ് എമ്മിലും ഇൻഫാം സമ്മർദ്ദം ചെലുത്തി. ഇൻഫാമിന്റെ വേദിയിൽ വെച്ചാണ് വനനിയമ ഭേദഗതി സഭയിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് പ്രഖ്യാപിച്ചത്. അന്ന് വേദിയിലുണ്ടായിരുന്ന CPI നേതാവ് കൂടിയായ വാഴൂർ സോമൻ MLA അപ്പോൾ തന്നെ ജയരാജനെ പിന്തുണച്ചു. ജയരാജ് വിപ്പ് തന്നില്ലെങ്കിൽ താനും ഭേദഗതിക്കെതിരെ രംഗത്ത് വരുമെന്നും സോമൻ പറഞ്ഞു. KCBC ജാഗ്രതാ സമിതി ഉൾപ്പെടെ ഇതിനിടെ രംഗത്ത് വന്നു. ആ മുന്നറിയിപ്പിൽ അപകടം മണത്തു. ഇതോടെ മധ്യ കേരളത്തിൽ ഇടതുമുന്നണിയുടെ സ്വാധീനം വർദ്ധിപ്പിച്ച കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള സമ്മർദ്ദം കൂടിയായപ്പോൾ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് കാരണമായി മാറി. വനനിയമ ഭേദഗതി ഈ രൂപത്തിൽ നടപ്പിലാക്കിയാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് കേരള കോൺഗ്രസ് എം നേതൃത്വം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. മുന്നണിക്കുള്ള പാർട്ടിയുടെ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ആ സന്ദേശം. പറ്റിയ രാഷ്ട്രീയ അവസരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തിയെടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയാൽ ഉണ്ടാകുന്ന തിരിച്ചടി കൂടി കണക്കിലെടുത്താണ് സർക്കാർ തീരുമാനം സംശയങ്ങൾക്കിട നൽകാത്ത വിധം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത്. ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ തന്റേടത്തോടെ നേരിടാൻ കഴിയുമെന്ന വിശ്വാസം ഇടതുമുന്നണിയിൽ ആകെ പരന്നു. പേടിയോ? എനിക്കോ? ചിരി പുളിക്കും. എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ എന്നെയാ. വാ വന്ന് കഴിക്ക്. ദാ നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. നീയാ ഇവരെ വഷളാക്കുന്നത്. പിള്ളേരല്ലേ. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. ഇനി തൈരിൽ മതി പുളിയും പുളിയില്ലാത്തത്. കേട്ടല്ലോ? മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.